ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളി മെമ്മോറിയലിനെ കുറിച്ചാണ്. 1891 ജനുവരി 1 ഇത് സമർപ്പിക്കപ്പെട്ടത്. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ മലയാളികൾക്ക് നിയമനം നൽകാൻ ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് ഇത്. ഇതിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നായിരുന്നു. മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് GP പിള്ള. ഇതിൽ ആകെ ഒപ്പുവെച്ചിട്ടുള്ളത് 10,028 പേരായിരുന്നു. KP ശങ്കരമേനോന്റെ നേതൃത്വത്തിൽ നിവേദനം ശ്രീമൂലം തിരുനാളിനായിരുന്നു സമർപ്പിച്ചത്. ഈ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ T. രാമറാവു ആയിരുന്നു. ഈ മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയായിരുന്നു. നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ ഏർഡ്ലി നോട്ടൻ ആയിരുന്നു. മെമ്മോറിയലിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് GP പിള്ള. 2016 മലയാളി മെമ്മോറിയലിൻ്റെ 125 വാർഷികം ആഘോഷിക്കപ്പെട്ടു. മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചവർ: ഒന്നാമതായി KP ശങ്കരമേനോൻ, രണ്ടാമത് GP പിള്ള, മൂന്നാമത് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് CV രാമൻ പിള്ള രചിച്ച പുസ്തകമാണ് വിദേശീയ മേധാവിത്വം. 1891 ജൂൺ 3 എതിർ മെമ്മോറിയലും സമർപ്പിച്ചിരുന്നു. അതായത് മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ.